ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മളൊരു പുസ്തകത്തിലേക്ക് വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് മാസ്കുകൾക്ക് പിന്നിലെ നമ്മുടെ സുന്ദരമുഖം എന്ന പുസ്തകത്തിലെ 1-ാം അധ്യായമാണ്. ശരിയാണ്. എന്തുകൊണ്ട് മനുഷ്യൻ മാനസിക മാസ്കുകൾ ധരിക്കുന്നു? ഇതാണ് അധ്യായത്തിന്റെ പേര്. അതെ. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ മുഖം, നമ്മുടെ ആ തനി സ്വഭാവം അതെന്തുകൊണ്ടിങ്ങനെ മറച്ചുവെക്കുന്നു? എന്താണ് നമ്മൾ അറിയാതെ തന്നെ അണിയുന്ന ഈ അദൃശ്യമായ വൈകാരിക മാസ്കുകൾക്ക് പിന്നിലുള്ള ആ ഒരു യാഥാർത്ഥ്യം? ശരിയാണ്. നമുക്കിതിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാം. വളരെ ശരിയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, അതായത് ഈ കോവിഡ് കാലത്തൊക്കെ നമ്മൾ മുഖത്ത് വെച്ച ആ ഭൗതികമായ മാസ്കുകളെക്കുറിച്ചല്ല. അല്ല. അതിനപ്പുറം നമ്മുടെ എല്ലാം ഹൃദയത്തിൽ, മനസ്സിൽ നമ്മൾ പോലും ചിലപ്പോൾ പൂർണ്ണമായിട്ട് തിരിച്ചറിയുന്നില്ല അങ്ങനെ ധരിക്കുന്ന അദൃശ്യമായ വൈകാരിക മാസ്കുകളെക്കുറിച്ചാണ് ഗ്രന്ഥകർത്താവ് ഈ 1-ാം അധ്യായത്തിൽ വളരെ വിശദമായി പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മളിൽ ഭൂരിഭാഗം പേരും ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും പൂർണ്ണമായിട്ടങ്ങ് തുറന്നു സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ വികാരങ്ങൾ അത് പ്രകടിപ്പിക്കാനോ തനി സ്വഭാവം കാണിക്കാനോ തയ്യാറാവുന്നില്ല. അതാണ് വാസ്തവം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് നമ്മളെ അതിൽ നിന്നിങ്ങനെ പിന്നോട്ട് വലിക്കുന്നത്? അതിനു പിന്നിൽ അടിസ്ഥാനപരമായ ഒരു ഭയമാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നതെന്നാണ് എഴുത്തുകാരൻ വ്യക്തമാക്കുന്നത്. ഭയം? അതെ, ഭയം. അത് വളരെ ആഴത്തിലുള്ള ഒന്നാണ്. പലപ്പോഴും നമ്മുടെ അബോധ മനസ്സിലാണത് പ്രവർത്തിക്കുന്നത്. എന്റെ യഥാർത്ഥ രൂപം, അതായത് എന്റെ ചിന്തകൾ, എന്റെ വികാരങ്ങൾ, എന്റെ കുറവുകൾ, എന്റെ ബലഹീനതകൾ, ഇതൊക്കെ മറ്റുള്ളവർ കണ്ടാൽ, അറിഞ്ഞാൽ അവരെന്നെ സ്വീകരിക്കുമോ? അവരെന്നെ സ്നേഹിക്കുമോ? അല്ലെങ്കിൽ അവരെന്നെ അങ്ങ് തള്ളിക്കളയുമോ? എന്നെ ഒറ്റപ്പെടുത്തുമോ? ഇങ്ങനെയുള്ള ഒരു അസ്തിത്വപരമായ ഭയമാണ് നമ്മെക്കൊണ്ട് ഈ പലതരം വൈകാരിക മാസ്കുകൾ ധരിപ്പിക്കുന്നത്. ശരി. ഓരോ സാഹചര്യത്തിനും വ്യക്തിക്കും അനുസരിച്ച് നമ്മളിങ്ങനെ വ്യത്യസ്ത മാസ്കുകൾ അണിയുന്നുണ്ടാവും. ഇതൊരു ബോധപൂർവമല്ലാത്തൊരു പ്രക്രിയയായിട്ടങ്ങ് മാറുകയാണ്. അപ്പോൾ ഈ മാസ്കുകൾ നമ്മളെ സംരക്ഷിക്കുന്ന ഒന്നല്ല, മറിച്ച് കൂടുതൽ പ്രശ്നങ്ങൾക്കത് കാരണമാകുന്നു എന്നാണ് ഈ പുസ്തകം പറയുന്നത്, അല്ലേ? അതെ, അതെ. അതാണിതിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു യാഥാർത്ഥ്യം. നമ്മൾ ഒരു സംരക്ഷണ കവചം എന്ന നിലയിൽ, ഒരു അതിജീവന തന്ത്രം, ഒരു സർവൈവൽ മെക്കാനിസം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഈ മാസ്കുകൾ തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയൊരു പങ്ക് മാനസിക സമ്മർദ്ദങ്ങൾക്കും അഥവാ സ്ട്രെസ്സിനും, ഉത്കണ്ഠ, വിഷാദത്തിന്, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്കൊക്കെ മൂലകാരണമായി മാറുന്നത്. കാരണം വളരെ വ്യക്തമാണ്. ഈ മാസ്കുകൾ നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തെ, നമ്മുടെ ആത്മാവിനെ അങ്ങ് മറച്ചുപിടിക്കുകയാണ്. ശരിയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണോ, എന്താണോ അനുഭവിക്കുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊന്നായി ഇങ്ങനെ അഭിനയിക്കേണ്ടി വരുമ്പോൾ അത് വലിയൊരു ഊർജ്ജനഷ്ടത്തിനും ആന്തരിക സംഘർഷത്തിനും, അതായത് ഇന്റേണൽ കോൺഫ്ലിക്റ്റിനും വഴിവെക്കും. ഇത് നമ്മുടെ നാഡീവ്യവസ്ഥയെ, നെർവസ് സിസ്റ്റത്തിനെ നിരന്തരമായ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അവസ്ഥയിൽ നിർത്താൻ പോലും കാരണമാകും. അപ്പോൾ ഈ മാസ്കുകൾ അഴിച്ചുമാറ്റിയാൽ എന്താണ് സംഭവിക്കുക? അവിടെയാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പരിവർത്തനാത്മകമായ ആശയം വരുന്നത്. ഗ്രന്ഥകർത്താവ് ഉറപ്പിച്ചു പറയുന്നൊരു കാര്യം, ഈ മാസ്കുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അവയെ ബോധപൂർവം അഴിച്ചുമാറ്റാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ വർഷങ്ങളായിട്ട് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആ മുറിവേറ്റ കുട്ടിയുടെ, വൂണ്ടഡ് ചൈൽഡിന്റെ ഭയങ്ങളും വേദനകളും ഉണങ്ങാൻ തുടങ്ങുമെന്നതാണ്. ഉള്ളിൽ നമ്മൾ അടക്കിവെച്ച വികാരങ്ങൾ, അത് ചിലപ്പോൾ ദുഃഖമാവാം, ദേഷ്യമാവാം, നിരാശയാവാം, അതെല്ലാം ആരോഗ്യകരമായിട്ട് പുറത്തുവരാനും അത് പ്രോസസ്സ് ചെയ്യപ്പെടാനും തുടങ്ങും. ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ശരി. ഇതിലൂടെ യഥാർത്ഥ ശാന്തിയും സമാധാനവും നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ഇത് വെറുമൊരു തോന്നലല്ല, ഇത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. ഈ മുറിവേറ്റ കുട്ടി എന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെയുള്ളൊരു മാറ്റത്തിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത്? എഴുത്തുകാരന്റെ കണ്ടെത്തലനുസരിച്ച് നമ്മൾ ജനിച്ചു വീണ ആ സ്വാഭാവികമായ അവസ്ഥ, അതായത് പൂർണ്ണമായും നിഷ്കളങ്കവും, ഇന്നസെന്റ്, എപ്പോഴും സന്തോഷവും, ജോയ്ഫുൾ, ആനന്ദകരവും, ബ്ലിസ്ഫുൾ, മനസ്സിലൊരു തരം സമൃദ്ധിയും അബൻഡന്റ് ഫീലിംഗ്, ഒരു പൂർണ്ണതയും, കംപ്ലീറ്റ്നെസ് ആൻഡ് ഫുൾഫിൽമെന്റും നിറഞ്ഞ ഒരു ദൈവീകമായ സ്വാഭാവികമായ അവസ്ഥ, ഡിവൈൻ ചൈൽഡ്, അതിലേക്ക് നമ്മൾ തിരികെ എത്തും. ഇത് ഭാവനാപരമായ ഒന്നല്ല, മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രകൃതമാണത്. ശരി. അതൊരു പറുദീസ തുല്യമായ ജീവിതമാണ്.
ഭയങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ള ആ ഒരു വ്യഗ്രതയിൽ നിന്നുമൊക്കെ മുക്തമായ ആഴത്തിലുള്ള സ്നേഹവും സ്വീകാര്യതയും അക്സെപ്റ്റൻസ് അനുഭവിക്കുന്ന ഒരവസ്ഥ. ഓക്കെ. അപ്പോ ഈ വൈകാരിക മാസ്കുകൾ അഴിച്ചുമാറ്റുന്നതിലൂടെ ഈ സ്വാഭാവിക അവസ്ഥയിലേക്ക് നമുക്ക് മടങ്ങിയെത്താൻ സാധിക്കും എന്നതാണ് ഈ പുസ്തകത്തിലെ കേന്ദ്രീകൃതമായ സത്യം. ശരി, നമുക്കിതൊന്ന് വിശദമായി നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട മാസ്കുകൾ? ഗ്രന്ഥകർത്താവ് വിശദീകരിക്കുന്ന ആ ആദ്യത്തെ മാസ്കിലേക്ക് നമുക്ക് കടക്കാം. ഹാപ്പി മാസ്ക് അഥവാ സന്തോഷത്തിന്റെ മുഖാവരണം. ഇത് നമ്മുടെ സമൂഹത്തില് ഒരുപാട് കാണുന്ന ഒന്നാണ്. വളരെ വ്യാപകമാണ്. അതെ. പുറമേ എപ്പോഴും ഒരു പുഞ്ചിരി, നല്ല സൗഹൃദപരമായ പെരുമാറ്റം, വളരെ ലാഘവത്തോടെയുള്ള സംസാരം, ഒരു ലൈറ്റ് മൂഡ് എപ്പോഴും ഇങ്ങനെ കാത്തുസൂക്ഷിക്കുന്ന ആളുകൾ. എപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. തമാശകൾ പറഞ്ഞ അന്തരീക്ഷം ഒന്ന് ലൈറ്റാക്കാൻ നോക്കും. ആരെയും ഒരു കാരണവശാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കാൻ ഭയങ്കര ശ്രദ്ധയായിരിക്കും. എന്നാൽ അവരുടെ ഉള്ളിലെ യാഥാർത്ഥ്യം എന്താണ്? എന്താണ് അവരുടെ ഭയം? ഗ്രന്ഥകർത്താവ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സന്തോഷത്തിന്റെ മുഖമൂടിക്ക് പിന്നിൽ പലപ്പോഴും വലിയ ഭയമുണ്ട്. ഓക്കേ. ഞാൻ എന്റെ ദുഃഖം, എന്റെ വിഷാദം, എന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, എന്റെ ബലഹീനതകൾ ഇതൊക്കെ പുറത്ത് കാണിച്ചാൽ ആളുകൾ എന്നെ ഒരു ഭാരമായിട്ട് കാണും, ഒരു നെഗറ്റീവ് വ്യക്തിയായിട്ട് മുദ്രകുത്തും. അല്ലെങ്കിൽ എന്റെ ഈ എപ്പോഴും സന്തോഷിക്കുന്ന ആള് എന്ന ഇമേജ് അതങ്ങ് തകർന്നു പോകും. ഇതാണ് അവരുടെ അബോധ മനസ്സിലെ ചിന്ത. ശരി ശരി. അതുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ അവർ കടുത്ത മാനസിക വേദനയും വൈകാരികമായ ക്ഷീണവും ഇമോഷണൽ എക്സോഷൻ, പുറത്തു പറയാനാവാത്ത ഒരുപാട് ഭാരങ്ങളും, സൈലന്റ് ബേർഡൻ, കടുത്ത സമ്മർദ്ദവും സ്ട്രെസ്സും അനുഭവിക്കുന്നുണ്ടാകും. മനഃശാസ്ത്ര പഠനങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വികാരങ്ങളെ, പ്രത്യേകിച്ച് ദുഃഖം പോലുള്ള വികാരങ്ങളെ നിരന്തരമായി ഇങ്ങനെ അടിച്ചമർത്തുന്നത്, ഇമോഷണൽ സപ്രഷൻ, നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പോലും വളരെ മോശമായിട്ട് ബാധിക്കും. ഓഹോ. ഇത് ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്കും രോഗപ്രതിരോധശേഷി കുറയുന്നതിനുമൊക്കെ കാരണമാകും. ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ഒരുപാട് കണ്ണുനീരുണ്ടാകുമെന്നതാണ് സത്യം. ഇതിന്റെ മൂലകാരണം എന്തായിരിക്കും? എഴുത്തുകാരന്റെ വിശകലനത്തിൽ ഇതിന്റെ വേരുകൾ അത് പലപ്പോഴും കുട്ടിക്കാലത്തെ അനുഭവങ്ങളിലേക്കും പ്രത്യേകിച്ചും പാരന്റിംഗ് രീതികളിലേക്കുമാണ് പോകുന്നത്. ഓക്കെ, പാരന്റിംഗ്. അതെ. ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കണം, എപ്പോഴും ധൈര്യമായി ബ്രേവ് ഇരിക്കണം, വിഷമിച്ചിരിക്കുന്നതൊരു കുറച്ചിലാണ്, അതൊരു ബലഹീനതയാണ് തുടങ്ങിയ സന്ദേശങ്ങൾ. ഇത് നിരന്തരമായി കേട്ടുവളർന്ന കുട്ടികൾ തങ്ങളുടെ സ്വാഭാവികമായ വികാരങ്ങളെ, പ്രത്യേകിച്ച് ഈ ദുഃഖം, ഭയം, നിരാശ പോലുള്ള നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്ന വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത് തെറ്റാണെന്ന് പഠിക്കുകയാണ്. അവയെ ഉള്ളിലേക്ക് അടിച്ചമർത്താൻ ശീലിക്കുന്നു. ഈ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ ഊർജം നഷ്ടപ്പെടാതെ ഉള്ളിൽ കിടക്കുകയും പിന്നീട് ഈ ഹാപ്പി മാസ്ക് എന്ന ഒരു പെരുമാറ്റ രീതിയായിട്ട് പുറത്തുവരികയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ ഉള്ളിലെ യഥാർത്ഥ ആഗ്രഹം എന്തായിരിക്കും? അവരുടെ ആത്മാവിന്റെ ആഴത്തിലുള്ള ദാഹം. ആരെങ്കിലും തങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കണം. തങ്ങളുടെ സന്തോഷങ്ങളെ മാത്രമല്ല, ദുഃഖങ്ങളെയും ഭയങ്ങളെയും കൂടി അംഗീകരിക്കണം. ഒരു നിരുപാധികമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. അതായത് നീയായിരിക്കുന്നതിനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന അനുഭവം കിട്ടണം. അതാണ്. ആരെങ്കിലും തന്റെ ഈ ചിരിക്കുന്ന മുഖമൂടിക്കപ്പുറമുള്ള യഥാർത്ഥ തന്നെ കാണണം. ആ വ്യക്തിയെ അതേപടി സ്വീകരിക്കണം, സ്നേഹിക്കണം എന്നവരെ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത മാസ്കിലേക്ക് വരാം. സ്ട്രോങ് മാസ്ക് അഥവാ ശക്തന്റെ മുഖാവരണം. എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളാം, ഞാൻ ഓക്കെയാണ് എന്നൊരു ഭാവം. അതെ. സഹായം തേടുന്നത് ഒരുതരം ദൗർബല്യമാണ്, ഒരു കുറച്ചിലാണ് എന്നൊരു ആഴത്തിലുള്ള വിശ്വാസം ഇവർ കൊണ്ടു നടക്കുന്നു. ശരിയാണ്. ഇവരെല്ലാ വെല്ലുവിളികളെയും സ്വയം നേരിടാനങ്ങ് ഇറങ്ങിത്തിരിക്കും. തന്റെ ഭാരം എത്ര വലുതാണെങ്കിലും, താൻ എത്രമാത്രം തളർന്നിരിക്കുകയാണെങ്കിലും അത് പുറത്തു കാണിക്കില്ല മറ്റുള്ളവരുടെ മുന്നിൽ, പ്രത്യേകിച്ച് താൻ ആശ്രയിക്കുന്നവരുടെ മുന്നിൽ. തളർന്നു പോകാതിരിക്കാൻ, ഒരു ദുർബലനായി കാണപ്പെടാതിരിക്കാൻ ഇവർ നിരന്തരം വലിയ ഊർജം ചെലവഴിക്കും. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ശക്തനാകേണ്ടി വരുന്നത്? എന്താവാം കാരണം? ഗ്രന്ഥകർത്താവ് ഇതിന്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, ഇങ്ങനെയുള്ളവർക്ക് മിക്കവാറും അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ പ്രായത്തിന് താങ്ങാനാവാത്ത വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം എന്നതാണ്. ഓക്കെ.
അത് ചിലപ്പോൾ വീട്ടിലെ മുതിർന്നവരുടെ വൈകാരികമോ ശാരീരികമോ ആയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നതാകാം, അല്ലെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ ഗൗരവമുള്ള കാര്യങ്ങൾ, സഹോദരങ്ങളെ നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വളരെ നേരത്തെ തന്നെ മുതിർന്നവരുടെ റോളിലേക്ക് മാറേണ്ടി വന്നതാകാം. ശരി. സ്വന്തം വികാരങ്ങളെയും ആവശ്യങ്ങളെയും കുട്ടിക്കാലത്തെ ആ നിഷ്കളങ്കതയെയും അവർക്ക് ഉള്ളിലൊതുക്കേണ്ടി വന്നു. കുട്ടിയായിരിക്കുമ്പോൾ കിട്ടേണ്ടിയിരുന്ന ആ പരിഗണന, സംരക്ഷണം, സുരക്ഷിതത്വബോധം അതൊന്നും കിട്ടാതെ പോയതിന്റെ നേരിട്ടുള്ള ഫലമാണ് ഈ സ്ട്രോങ് മാസ്ക്. അവരുടെ ഉള്ളിലൊരു മുദ്രാവാക്യം തന്നെയുണ്ട്: ഞാൻ തകർന്നാൽ എല്ലാം തകരും, മറ്റുള്ളവർ തകർന്നുപോകും. ഓ. അതുകൊണ്ട് എപ്പോഴും ശക്തരായിട്ട് ഒരു പാറ പോലെ ഉറച്ചു നിൽക്കാൻ അവർ സ്വയം നിർബന്ധിതരാകുന്നു. ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മളിവിടെ കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു അതിജീവന തന്ത്രമാണ്, സർവൈവൽ മെക്കാനിസം. അതെ. അന്നത്തെ ആ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവർ സ്വയം രൂപപ്പെടുത്തിയെടുത്ത ഒരു രീതിയായിരുന്നു അത്. തീർച്ചയായും. എന്നാൽ മുതിർന്നതിന് ശേഷവും അതേ രീതി തുടരുന്നത് ദീർഘകാലയളവിൽ വലിയ മാനസികവും ശാരീരികവുമായ ഭാരമായി മാറും. അതെ. സ്വന്തം ദുർബലതകളെ അംഗീകരിക്കാനോ അത് വിശ്വസ്തരായവരോട് പ്രകടിപ്പിക്കാനോ സഹായം തേടാനോ കഴിയാതെ വരുന്നത് അവരുടെ മാനസികാരോഗ്യത്തെയും വ്യക്തിബന്ധങ്ങളെയും എന്തിന് ശാരീരികാരോഗ്യത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്നു. ശരിയാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് NLP പോലുള്ള മനഃശാസ്ത്ര ശാഖകൾ ഇത്തരം ആഴത്തിൽ പതിഞ്ഞുപോയ വിശ്വാസങ്ങളെയും പെരുമാറ്റ രീതികളെയും എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ വഴികൾ നൽകുന്നുണ്ട്. NLP. അതെ. ഉദാഹരണത്തിന്, സഹായം ചോദിക്കുന്നത് ദൗർബല്യമാണ് എന്ന വിശ്വാസത്തെ സഹായം തേടുന്നത് എന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാനും അത് നിറവേറ്റാനുമുള്ള എന്റെ കഴിവിന്റെയും ശക്തിയുടെയും ലക്ഷണമാണ് എന്ന് പുനർനിർമ്മിക്കാൻ NLP സഹായിക്കുന്നു. ഓക്കേ. ഈ സ്ട്രോങ് മാസ്ക് യഥാർത്ഥത്തിൽ അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യനെ ആരും കാണുന്നില്ല, അറിയുന്നില്ല. ഇനി അടുത്തത് ഇന്നൊസന്റ് മാസ്ക് അഥവാ നിർദോഷിയുടെ മുഖാവരണം. ഇത് മുൻപ് പറഞ്ഞവയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണല്ലോ. അതെ. കാര്യമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞുമാറുക, ഒന്നും അറിയാത്ത ഭാവം നടിക്കുക. എനിക്കറിയില്ല, എനിക്ക് പറ്റില്ല, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാനൊരു പാവമാണ് എന്നൊക്കെ പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നൊരു രീതി. അതെ. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായം പറയാനോ നിലപാടെടുക്കാനോ ഒരു കാര്യം മുൻകൈയെടുത്ത് ചെയ്യാനോ ഇവർ മടിക്കും. ശരി. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകില്ല. മറ്റുള്ളവർ ഇവരെ ഒരു പാവം, ഒന്നും അറിയാത്തയാൾ, ആരെയും ഉപദ്രവിക്കാത്തയാൾ എന്നൊക്കെ കാണാൻ അവർ ആഗ്രഹിക്കുന്നു. ആ ഇമേജ് നിലനിർത്താൻ അവർ ബോധപൂർവമല്ലാതെ പ്രവർത്തിക്കുന്നു. ഇതിനു പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണം എന്താണ്? എഴുത്തുകാരൻ പറയുന്നത്, വളർന്നുവരുന്ന സാഹചര്യങ്ങളിൽ, പാരന്റിംഗ് രീതികളിൽ നിരന്തരമായ വിമർശനങ്ങൾ, ക്രിറ്റിസിസം, കുറ്റപ്പെടുത്തലുകൾ, താരതമ്യപ്പെടുത്തലുകൾ, ശിക്ഷകൾ, പണിഷ്മെന്റ് ഇതൊക്കെ ഒരുപാട് നേരിടേണ്ടി വന്നതിലുള്ള ആഴത്തിലുള്ള ഭയം കൊണ്ടാവാം ഈ മാസ്ക് രൂപപ്പെടുന്നത് എന്നാണ്. ഓക്കേ. ഭയം. അതെ. എന്ത് ചെയ്താലും കുറ്റം മാത്രം കേൾക്കേണ്ടി വരുന്ന, എപ്പോഴും ശിക്ഷയെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു ചുറ്റുപാടിൽ വളർന്ന കുട്ടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നത്, അഭിപ്രായം പറയുന്നത് ഇതൊക്കെ അപകടകരമാണ് എന്ന് പഠിക്കുകയാണ്. ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ, എനിക്കൊന്നും അറിയില്ലെങ്കിൽ, ഞാനൊരു പാവമായി നിന്നാൽ എന്നെ ആരും കുറ്റപ്പെടുത്തില്ല, ശിക്ഷിക്കില്ല, എനിക്ക് സുരക്ഷിതമായിരിക്കാം എന്നൊരു ചിന്ത അവരിൽ ഉറച്ചുപോകുന്നു. ശരി. അങ്ങനെ ഞാൻ അറിഞ്ഞില്ല, എനിക്ക് കഴിയില്ല എന്ന് പറയുന്നത് അവർക്കൊരു സുരക്ഷാ കവചമായി മാറുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. എന്താണത്? അവരുടെ ഉള്ളിലുള്ള ഭയം, താൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തു തുടങ്ങിയാൽ, സ്വന്തം കഴിവുകൾ പ്രകടിപ്പിച്ചാൽ, തനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും സഹാനുഭൂതിയും പിന്തുണയും നഷ്ടപ്പെടുവോ എന്നതാണ്. അതൊരു പ്രധാന പോയിന്റാണ്. കാരണം ഈ ഒന്നുമറിയാത്ത പാവം കുട്ടി എന്ന നിലയിലായിരിക്കും അവർക്ക് ഒരുപക്ഷെ പരിഗണനയും സ്നേഹവുമൊക്കെ കിട്ടിയിരുന്നത്. ആ നിഷ്കളങ്ക ഇമേജ് നിലനിർത്താൻ അവർ ശ്രമിക്കുന്നു. അതെ. ഇത് വ്യക്തിത്വ വികാസത്തിന് വലിയ തടസ്സമാണുണ്ടാക്കുന്നത്. തീർച്ചയായും. യഥാർത്ഥത്തിൽ ഈ അറിയാത്ത ഭാവം, കഴിയാത്ത ഭാവം അവരെ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നതിൽ നിന്നും, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നും, കഴിവുകൾ നേടുന്നതിൽ നിന്നും, ആത്മവിശ്വാസം വളർത്തുന്നതിൽ നിന്നും തടയുന്നു. ശരിയാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ പഠിച്ച നിസ്സഹായത എന്ന് പറയും. ലേൺഡ് ഹെൽപ്ലെസ്നെസ്. അതെ. അതായത് തനിക്ക് കഴിവുണ്ട് എന്ന് തിരിച്ചറിയാതെ,
സാഹചര്യങ്ങളെ മാറ്റാൻ തനിക്ക് സാധിക്കില്ല എന്ന് സ്വയം വിശ്വസിക്കുന്നൊരവസ്ഥ. അടുത്തത് ഒരുപക്ഷെ ഏറ്റവും സാധാരണയായി കാണുന്ന ഒന്നാണ്. നമ്മളിൽ പലർക്കും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. പീപ്പിൾ പ്ലീസിംഗ് മാസ്ക്, അഥവാ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന മുഖാവരണം. അതെ, ഇത് വളരെ കോമൺ ആണ്. സ്വന്തം ഇഷ്ടങ്ങൾ, ആവശ്യങ്ങൾ, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ ഇതിനൊന്നും യാതൊരു പരിഗണനയും നൽകാതെ മറ്റുള്ളവരെ, പ്രത്യേകിച്ചും തനിക്ക് പ്രധാനപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ, അവരുടെ പ്രീതി നേടാൻ നിരന്തരം പ്രവർത്തിക്കുന്നവർ. എനിക്കെന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടത്, ഞാൻ എന്ത് ചെയ്താൽ അവർക്ക് സന്തോഷമാകും, അവർ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും എന്ന് ചിന്തിക്കുന്നവർ. ഓക്കെ. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം നിലപാടുകളും തീരുമാനങ്ങളും മാറ്റുന്നവർ. ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി നോ പറയാൻ അതിയായി ബുദ്ധിമുട്ടുന്നവർ. എന്താണ് ഈ പെരുമാറ്റത്തിന് പിന്നിലെ അടിസ്ഥാനപരമായ കാരണം? എന്താണ് ആ ഭയം? എഴുത്തുകാരന്റെ നിരീക്ഷണമനുസരിച്ച് മറ്റുള്ളവർ തന്നെ തള്ളിക്കളയുമോ, റിജക്റ്റ്, തന്നെ ഉപേക്ഷിക്കുമോ, തന്നെ ഇഷ്ടപ്പെടാതെ ആകുമോ എന്ന അതിതീവ്രമായ ഭയമാണ് ഇവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. റിജക്ഷൻ ഭയം. അതെ, ഇതിന്റെയും കാരണം കുട്ടിക്കാലത്തെ അനുഭവങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. സ്നേഹവും അംഗീകാരവും കിട്ടണമെങ്കിൽ മറ്റുള്ളവരെ അനുസരിക്കണം, നല്ല കുട്ടിയായിരിക്കണം, മുതിർന്നവരെ സന്തോഷിപ്പിക്കണം, അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരണം. അതായത് സ്നേഹം ഈസ് ഈക്വൽ ടു അനുസരണം, അംഗീകാരം എന്ന രീതിയിലുള്ള പാരന്റിംഗ് സന്ദേശങ്ങൾ ലഭിച്ചതാവാം കാരണം. ശരി. താൻ തന്റേതായ രീതിയിൽ പെരുമാറിയാൽ, തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ തനിക്ക് സ്നേഹം നിഷേധിക്കപ്പെടും എന്നവർ ഭയക്കുന്നു. ഓക്കെ. അതുകൊണ്ട് സ്വന്തം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അഭിപ്രായങ്ങളും വികാരങ്ങളും അവർ അടിച്ചമർത്തുന്നു. മറ്റുള്ളവരുടെ അംഗീകാരവും സ്നേഹവും ഉറപ്പുവരുത്താൻ അവർ എന്തും ചെയ്യും. അവരുടെ ഉള്ളിലുള്ള ആഴത്തിലുള്ള ഭയം ഇതാണ്: ഞാൻ എനിക്ക് വേണ്ടി സംസാരിച്ചാൽ, എന്റേതായ അഭിപ്രായം പറഞ്ഞാൽ, എന്റെ ആവശ്യങ്ങൾ തുറന്നു പറഞ്ഞാൽ, എന്റെ അതിരുകൾ നിശ്ചയിച്ചാൽ അവർ എന്നെ ഇഷ്ടപ്പെടാതെ ആകും, അവർ എന്നെ തള്ളിക്കളയും, ഞാൻ ഒറ്റയ്ക്കാകും. ഇത് വ്യക്തിയുടെ സ്വയം മതിപ്പിനെ, സെൽഫ് വർത്ത്, ആത്മാഭിമാനത്തെ, സെൽഫ് എസ്റ്റീം എങ്ങനെ ബാധിക്കുന്നു? വളരെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. കാരണം സ്വന്തം മൂല്യം അവർ അളക്കുന്നത് മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെയും അംഗീകാരത്തെയും ആശ്രയിച്ചാണ്. നിരന്തരമായി മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ഇങ്ങനെ ഓടുന്നത് മാനസികമായി വളരെയധികം തളർത്തുന്ന, ഇമോഷണലി ഡ്രെയിനിങ് ഒരു പ്രക്രിയയാണ്. വ്യക്തമായ അതിർവരമ്പുകൾ ജീവിതത്തിൽ സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയില്ല. ബൗണ്ടറീസ്. അതെ. എവിടെയാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അവസാനിക്കുന്നതെന്നും എവിടെയാണ് തന്റെ ആവശ്യങ്ങൾ തുടങ്ങുന്നതെന്നും, എവിടെയാണ് യെസ് പറയേണ്ടതെന്നും എവിടെയാണ് നോ പറയേണ്ടതെന്നും തിരിച്ചറിയാൻ സാധിക്കാതെ വരും. ശരിയാണ്. പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നതുപോലെ ഈ രീതിയിലുള്ള പെരുമാറ്റം യഥാർത്ഥവും ആത്മാർത്ഥവും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ, ഓഥന്റിക് റിലേഷൻഷിപ്സ് രൂപപ്പെടുത്തുന്നതിന് വലിയ തടസ്സമാണ്. കാരണം ആ ബന്ധം നിലനിൽക്കുന്നത് മറ്റൊരാളെ പ്രീതിപ്പെടുത്തുന്നതിനെയും ആശ്രയിച്ചാണ്, അല്ലാതെ പരസ്പര ബഹുമാനത്തിലും സത്യസന്ധതയിലും തുല്യതയിലും അധിഷ്ഠിതമായതല്ല. ശരി. സ്നേഹവും അംഗീകാരവും ലഭിക്കാൻ മറ്റുള്ളവരെ എപ്പോഴും പ്രീതിപ്പെടുത്തേണ്ടതില്ലെന്നും, സ്വന്തം ആവശ്യങ്ങൾക്കും വികാരങ്ങൾക്കും മുൻഗണന നൽകുന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് സ്വയം സ്നേഹത്തിന്റെ ഭാഗമാണെന്നും ഉള്ള തിരിച്ചറിവാണ് ഈ മാസ്ക് അഴിച്ചുമാറ്റാൻ അത്യാവശ്യമായി വേണ്ടത്. അവസാനമായി ഗ്രന്ഥകർത്താവ് പറയുന്ന മാസ്ക്, ടഫ് മാസ്ക് അഥവാ കടുപ്പമുള്ള മുഖാവരണം, ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സ്ട്രോങ് മാസ്കിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നല്ല ചോദ്യം. സ്ട്രോങ് മാസ്ക് ധരിക്കുന്നവർ സഹായം ചോദിക്കാതെ എല്ലാം സ്വയം ചെയ്യാൻ നിർബന്ധിതരാകുമ്പോൾ, ടഫ് മാസ്ക് ധരിക്കുന്നവർ പുറമേ വളരെ കടുപ്പമുള്ള, പരുക്കനായ, റഫ്, വികാരങ്ങൾ തീരെ പ്രകടിപ്പിക്കാത്ത, എക്സ്പ്രഷൻലെസ്, ഒരുപക്ഷെ തണുപ്പൻ മട്ട് പുലർത്തുന്ന, കോൾഡ്, ചില സന്ദർഭങ്ങളിൽ പ്രതിരോധത്തിനായി ആക്രമണോത്സുകമായ എഗ്രസീവ് പെരുമാറ്റം പോലും കാഴ്ചവെക്കുന്നവരാണ്. ഓക്കെ, കുറച്ചുകൂടി കടുപ്പമാണ്. അതെ. അവരെ സമീപിക്കാൻ, അവരോട് ഇടപഴകാൻ പോലും മറ്റുള്ളവർക്ക് ഒരു ഭയം തോന്നിയേക്കാം. അവർ വളരെ കർക്കശക്കാരായി, ഒരു ദയയുമില്ലാത്തവരായി, വിമർശിക്കുന്നവരായി, ക്രിട്ടിക്കൽ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാം. എന്നാൽ യഥാർത്ഥത്തിൽ അതാണോ അവരുടെ ഉള്ളിലുള്ളത്? എന്താണ് ഈ കാഠിന്യത്തിന് പിന്നിൽ?
എഴുത്തുകാരൻ പറയുന്നത് ഈ പുറമേ കാണുന്ന കഠിനമായ പുറന്തോട് യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ ഒരുപക്ഷെ കുട്ടിക്കാലത്തോ കൗമാരത്തിലോ യൗവനത്തിലോ അനുഭവിച്ച അതികഠിനമായ നിസ്സഹായതയുടെയും വൈകാരിക വേദനയുടെയും ഒരുപക്ഷെ ദുരുപയോഗത്തിന്റെയും ആഘാതത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാനുണ്ടാക്കിയെടുത്ത ഒരു കവചം മാത്രമാണ് എന്നാണ്. ഓ, അപ്പോ അതും ഒരു സംരക്ഷണമാണ്. തീർച്ചയായും. ജീവിതത്തിൽ എപ്പോഴോ അവർ തീരെ ദുർബലരായിരുന്നപ്പോൾ മറ്റുള്ളവരാൽ വല്ലാതെ മുറിവേൽപ്പിക്കപ്പെടുകയോ ഒറ്റിക്കൊടുക്കപ്പെടുകയോ ചൂഷണം ചെയ്യപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്തവരാണിവർ. ആ ആഴത്തിലുള്ള മുറിവ് അവരെ പഠിപ്പിച്ച പാഠം ഇതാണ്: ദുർബലനായാൽ, മൃദുലമായാൽ ഞാൻ തകർന്നുപോകും. എന്റെ മൃദുലമായ വശങ്ങൾ, എന്റെ സ്നേഹം, എന്റെ ദുർബലത എന്നിവ പുറത്ത് കാണിച്ചാൽ ആളുകൾ എന്നെ വീണ്ടും മുറിവേൽപ്പിക്കും, ചവിട്ടിത്താഴ്ത്തും. അപ്പോൾ അതൊരു പ്രതിരോധ മാർഗമാണ്, വീണ്ടും മുറിവേൽക്കാതിരിക്കാനുള്ള ഒരു കവചം. തീർച്ചയായും. ഇതൊരു വലിയ ചിത്രത്തിലേക്ക് ബന്ധിപ്പിച്ചാൽ ഇതൊരു മാനസിക ആഘാതത്തിന്റെ പ്രതിഫലനമോ ട്രോമ റെസ്പോൺസ് അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു പ്രതിരോധ തന്ത്രമോ ഡിഫൻസ് മെക്കാനിസമോ ആണ്. ശരി. ഹൃദയത്തിനു ചുറ്റും ഭേദിക്കാനാവാത്ത ഒരു ഇരുമ്പു കവചം പണിയുന്നതിലൂടെ അവർ സ്വയം സംരക്ഷിക്കുകയാണ്, വീണ്ടും ആ പഴയ വേദന അനുഭവിക്കാതിരിക്കാൻ. ഓക്കേ. എന്നാൽ ദുര്യോഗവശാൽ ഈ കവചം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ മാത്രമല്ല പുറത്തു നിർത്തുന്നത്, അത് സ്നേഹത്തെയും ആർദ്രതയെയും ആശ്വാസത്തെയും ആത്മാർത്ഥമായ മനുഷ്യബന്ധങ്ങളെയും കൂടിയാണ് പുറത്തു നിർത്തുന്നത്. ഓഹോ. മാത്രമല്ല, ഉള്ളിലുള്ള പഴയ മുറിവുകൾ ഉണങ്ങാനും ഈ കട്ടിയുള്ള കവചം അനുവദിക്കുന്നില്ല. പുറമേ കാണുന്ന കാഠിന്യം, പരുക്കൻ പെരുമാറ്റം, ദേഷ്യം ഇതെല്ലാം യഥാർത്ഥത്തിൽ ഉള്ളിലെ അതിയായ ദുർബലതയെയും വേദനയെയും ഭയത്തെയും സ്നേഹത്തിനു വേണ്ടിയുള്ള അടക്കാനാവാത്ത ദാഹത്തെയും മറക്കാനുള്ള ഒരു ഉപായം മാത്രമാണ്. ഈ 5 പ്രധാന മാസ്കുകളെക്കുറിച്ചും വിശദമായി കേട്ടപ്പോൾ ഇതിനെല്ലാം പിന്നിൽ പൊതുവായ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ടെന്ന് വ്യക്തമാണല്ലോ. അതെ, വളരെ ശരിയാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഹാപ്പി മാസ്ക്, സ്ട്രോങ് മാസ്ക്, ഇന്നസെന്റ് മാസ്ക്, പീപ്പിൾ പ്ലീസിംഗ് മാസ്ക്, ടഫ് മാസ്ക്, ഈ 5 പ്രധാന വൈകാരിക മാസ്കുകൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാനപരമായ ഘടകങ്ങൾ സമാനമാണ്. അതിലേറ്റവും പ്രധാനം വിവിധ തരത്തിലുള്ള ആഴത്തിലുള്ള ഭയമാണ്. തള്ളിക്കളയപ്പെടുമോ എന്ന ഭയം, ദുർബലനായി മറ്റുള്ളവരുടെ മുന്നിൽ കാണപ്പെടുമോ എന്ന ഭയം, വിമർശിക്കപ്പെടുമോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയം, സ്നേഹവും അംഗീകാരവും നഷ്ടപ്പെടുമോ എന്ന ഭയം, വീണ്ടും മുറിവേൽപ്പിക്കപ്പെടുമോ എന്ന ഭയം. അതെ, ഭയം തന്നെയാണ് പ്രധാനം. ഭയം തന്നെ. അതുപോലെ കുട്ടിക്കാലത്ത് പരിഗണിക്കപ്പെടാതെ പോയ അടിസ്ഥാനപരമായ വൈകാരിക ആവശ്യങ്ങൾ, അൺമെറ്റ് ഇമോഷണൽ നീഡ്സ്, പാരന്റിംഗ് രീതികളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, അന്നത്തെ വേദനാജനകമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടി സ്വയം രൂപപ്പെടുത്തിയെടുത്ത പെരുമാറ്റ രീതികൾ, ഇവയെല്ലാമാണ് ഈ മാസ്കുകൾ രൂപപ്പെടുന്നതിന്റെ മനഃശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങൾ എന്ന് ഗ്രന്ഥകർത്താവ് അടിവരയിട്ടു പറയുന്നു. ഇതിലേറ്റവും പ്രധാനമായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട സത്യം, ഈ മാസ്കുകളൊന്നും നമ്മളല്ല, നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമല്ല എന്നതാണ്. ഓക്കേ. മറിച്ച് നമ്മൾ ജീവിച്ചു പോന്ന സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്ന് നമ്മെത്തന്നെ സംരക്ഷിക്കാൻ, അതിജീവിക്കാൻ നാം സ്വീകരിച്ച ചില രീതികളാണ് കോപ്പിംഗ് മെക്കാനിസംസ്. ശരി. എന്നാൽ കാലക്രമേണ ഈ അതിജീവന രീതികൾ തന്നെ നമുക്ക് കൂടുതൽ വേദനയും സമ്മർദ്ദവും സ്ട്രെസ്, ബന്ധങ്ങളിൽ പ്രശ്നങ്ങളും നൽകുന്ന ഒന്നായി മാറുന്നു. നമ്മുടെ യഥാർത്ഥ സന്തോഷത്തെയും സമാധാനത്തെയും ആന്തരികമായ പൂർണ്ണതയെയും അത് തടസ്സപ്പെടുത്തുന്നു. നമ്മുടെ യഥാർത്ഥ സുന്ദരമുഖം അത് മറച്ചുപിടിക്കുന്നു. ഇതാണ് ഈ പുസ്തകം മുന്നോട്ടുവെക്കുന്ന കാതലായ ആശയം. ഇതൊരു അനുമാനമല്ല, മനുഷ്യ മനസ്സിന്റെയും പെരുമാറ്റത്തിന്റെയും അടിസ്ഥാനമുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത്? നിങ്ങളിപ്പോൾ കേട്ട ഈ വിവിധതരം മാസ്കുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വളരെ പരിചിതമായി അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഈ മാസ്കുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ ഒന്നിലധികം മാസ്കുകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടാകും. സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിൽ
നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലെ സംതൃപ്തിയിൽ അല്ലെങ്കിൽ സംതൃപ്തിയില്ലായ്മയിൽ ഈ മാസ്കുകൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ശരിയാണ്, അത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പുസ്തകം നൽകുന്ന ഉറപ്പ് ഓർക്കുക. ഈ മാസ്കുകളെ തിരിച്ചറിഞ്ഞ് അവയുടെ ഉദ്ദേശം മനസ്സിലാക്കി അവയെ ബോധപൂർവം പതിയെ അഴിച്ചുമാറ്റാൻ തയ്യാറാകുമ്പോൾ ഉള്ളിലെ മുറിവുകൾ ഉണങ്ങാനും കൂടുതൽ ആധികാരികവും സത്യസന്ധവും സമാധാനപരവുമായ ഒരു ജീവിതം നയിക്കാനും സാധിക്കും. ഇത് സാധ്യതയല്ല, മറിച്ച് സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതെ, ഈ മാസ്കുകളെക്കുറിച്ച് മനസ്സിലാക്കുക, അവയെ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുക എന്നതാണ് അവയെ അഴിച്ചുമാറ്റി ഈ പുസ്തകം പറയുന്ന ആ സുന്ദരമുഖം, നമ്മുടെ യഥാർത്ഥ സത്ത, അത് പുറത്തെടുക്കാനുള്ള ആദ്യത്തെ ഏറ്റവും നിർണായകമായ പടി. ശരിയാണ്. ഇത് നമ്മുടെ ഉള്ളിലെ മുറിവേറ്റ കുട്ടിയെ സുഖപ്പെടുത്താനും ആ കുട്ടിയുടെ വേദനകളെ അംഗീകരിക്കാനും അതുവഴി കൂടുതൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ കൂടുതൽ ആത്മാർത്ഥമായ ബന്ധങ്ങളുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കാനും നമ്മെ സഹായിക്കും. ഇതൊരു പരിവർത്തനത്തിന്റെ പാതയാണ്. ഇത് തീർച്ചയായും വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമായ കാര്യങ്ങളാണ്. പോകുന്നതിനു മുൻപ് ഒരു ചിന്ത നിങ്ങൾക്കായി പങ്കുവെക്കട്ടെ. പറയൂ. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഏതെങ്കിലും ഒരു മാസ്ക്, അത് ഹാപ്പി മാസ്ക് ആവട്ടെ, സ്ട്രോങ് മാസ്ക് ആവട്ടെ, പീപ്പിൾ പ്ലീസിംഗ് മാസ്ക് ആവട്ടെ, മറ്റേതെങ്കിലും ആവട്ടെ, തിരിച്ചറിഞ്ഞ് ഒരു ചെറിയ സന്ദർഭത്തിൽ ഒരു നിമിഷത്തേക്കെങ്കിലും അതൊന്ന് ബോധപൂർവം മാറ്റിവെച്ച് നിങ്ങളുടെ യഥാർത്ഥ ആവശ്യം അല്ലെങ്കിൽ വികാരം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓക്കെ, ചെറിയൊരു കാര്യം. അതെ, ഒരു ചെറിയ കാര്യം മതി. ഒരുപക്ഷേ സഹായം ആവശ്യമുള്ളപ്പോൾ അത് ലളിതമായി തുറന്നു ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ വികാരം ദേഷ്യമോ സങ്കടമോ ആണെങ്കിൽ അത് ശാന്തമായി പ്രകടിപ്പിക്കുക. അല്ലെങ്കിൽ മറ്റൊരാളുടെ അനാവശ്യമായ ആവശ്യത്തോട് ഇല്ല എന്ന് പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് എന്തനുഭവമാണ് നൽകുക? നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും എന്തു മാറ്റമാണ് വരുന്നത്? അതൊന്ന് സ്വയം നിരീക്ഷിച്ചു നോക്കൂ. ശരി. ആ നിരീക്ഷണത്തിൽ വലിയ തിരിച്ചറിവുകളുണ്ട്. മാസ്കുകൾക്ക് പിന്നിലെ നമ്മുടെ സുന്ദരമുഖം എന്ന ഈ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ ആശയങ്ങളാണ് നമ്മൾ ഇന്ന് ഇത്രയും വിശദമായി ചർച്ച ചെയ്തത്. അതെ, ഈ മാസ്കുകൾ എങ്ങനെ നമ്മുടെ ബന്ധങ്ങളെ, ആരോഗ്യത്തെ, തീരുമാനങ്ങളെ, ജീവിത വിജയത്തെയൊക്കെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും ഏറ്റവും പ്രധാനമായി ഈ മാസ്കുകളെ എങ്ങനെ ശാസ്ത്രീയവും പ്രായോഗികവുമായ രീതിയിൽ അഴിച്ചുമാറ്റാം എന്നതിനെക്കുറിച്ചുള്ള ശക്തവും പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഈ പുസ്തകത്തിലെ വരും അധ്യായങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. തീർച്ചയായും. അവ നമുക്ക് അടുത്ത ചർച്ചകളിൽ വിശദമായി പരിശോധിക്കാം. തീർച്ചയായും. അപ്പോ അടുത്ത തവണ കാണുന്നതുവരെ നന്ദി. നന്ദി.